ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് HSC ഇംഗ്ലീഷിലെ മൊഡ്യൂൾ 4 വരുന്ന ലിറ്റററി ക്രിറ്റിസിസം എന്ന ടോപ്പിക്കാണ്. അതിൽ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രസാ തിയറിയാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ രസാ തിയറി എന്ന് പറയുന്നത് നമ്മൾ ലിറ്ററേച്ചർ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അതിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ്, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരു ബുക്കും പെന്നുമായിട്ട് റെഡി ആയിട്ടിരിക്കുക. ബിക്കോസ് ഞാൻ മാക്സിമം നോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലും നിങ്ങളൊരു ബുക്കും പേനയായിട്ട് ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഈ നോട്ട് ചെയ്യുക ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. The word rasa means sap or juice, taste, flavor or relish. അതായത് ഈ ഒരു രസ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് നമുക്കറിയാം അല്ലേ? സാപ്പ് ഓർ ജ്യൂസ്, ടേസ്റ്റ്, ഫ്ലേവർ ഓർ റെലിഷ് എന്നൊക്കെയാണ്. ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഇൻ ഇന്ത്യൻ ആർട്സ് denoting the aesthetic flavor of any visual, literary or musical work that evokes an emotion or feeling in the reader or audience but cannot be described. അതായത് കാണികളിലോ അല്ലെങ്കിൽ റീഡറിലോ എന്താണ് ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നത്. എങ്ങനെ? വിഷ്വൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലിറ്റററി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മ്യൂസിക്കൽ വർക്കിലൂടെ ഒരു സ്പെക്ടേറ്ററിൽ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നൊരു കോൺസെപ്റ്റിനാണ് എന്ത് പറയുന്നത്? രസ എന്ന് പറയുന്നത്. ഈ ഒരു സെൻസിറ്റീവ് സ്പെക്ടേറ്റർ അല്ലെങ്കിൽ ഓഡിയൻസ്, കാണികൾ എന്നൊക്കെ പറയില്ലേ, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സഹൃദയ. വൺ ഹൂ ഹാസ് ഹാർട്ട് എന്നാണ് സഹൃദയയുടെ മീനിങ്. ദ റീഡർ ഓർ ദ സ്പെക്ടേറ്റർ ഇൻ ഹും ദ രസ ഒറിജിനേറ്റ്സ് ഈസ് സഹൃദയ. സോ നമ്മൾ രസ എന്താണെന്ന് നോക്കി. നമ്മൾ നെക്സ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ നോക്കുന്നത് പറഞ്ഞത് സഹൃദയ എന്നാണ്. സഹൃദയ എന്താണ്? ഓഡിയൻസ്, കാണികളെയാണ് നമ്മൾ സഹൃദയ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ച് പോവാട്ടോ, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. The word Sahridaya means a person having the similar thinking and similar feelings as the author of the text or drama. സഹൃദയ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡ്രാമയുടെ ഓതറിൻ്റെ അതേ സിമിലർ ഫീലിങ്സും സിമിലർ തിങ്കിങ്ങുമുള്ള ഒരു പേഴ്സണെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സഹൃദയ എന്ന് വിളിക്കുന്നത്. രസാസ് ആർ ക്രിയേറ്റഡ് ബൈ വൺസ് ഭാവ. അതായത് ഒരു മനുഷ്യൻ്റെ ഭാവ, അതായത് വൺ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? രസ ഉണ്ടാവുന്നത്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, നോ മീനിങ് ഫുൾ ഐഡിയ ഈസ് കൺവേഡ് ഇഫ് രസ ഈസ് നോട്ട് ഇവോക്ഡ്. അതായത് രസ ഇവോക്ക് അല്ലെങ്കിൽ രസം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ഐഡിയ എന്താണ്? കൺവേ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഭരതമുനി പറയുന്നത്. ഒരു മീനിങ് ഫുൾ ഐഡിയയും കൺവേ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഭരതമുനി പറയുന്നത്. ദ വെരി കോർ ഓഫ് ദ ഭരതാസ് നാട്യ തിയറി ഈസ് ദ ക്രിയേഷൻ ഓഫ് രസ. അതായത് ക്രിയേഷൻ ഓഫ് രസയാണ് ഭരതയുടെ നാട്യശാസ്ത്രത്തിൻ്റെ വെരി കോർ എന്ന് പറയുന്നത്. നാട്യശാസ്ത്ര എന്ന് പറയുന്നത് നമുക്കറിയാം ഭരതമുനിയുടെ ഒരു ടെക്സ്റ്റാണ്. 36 ചാപ്റ്റേഴ്സാണ് അതിലുള്ളത്. അതിൽ 6th ചാപ്റ്ററിലാണ് രസ, ദ കോൺസെപ്റ്റ് ഓഫ് രസേനെ കുറിച്ച് പറയുന്നത്. ഈ നാട്യശാസ്ത്ര എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് സർവൈവിങ് ആൻഷ്യൻ ഇന്ത്യൻ വർക്ക് ഓൺ പെർഫോമൻസ് ആർട്സ് എന്നാണ് അറിയപ്പെടുന്നത്. ദ 6th and 7th ചാപ്റ്റേഴ്സ് ഓഫ് നാട്യശാസ്ത്ര is called Rasadhyaya and Bhavadhyaya. I think the pronunciation is correct. So, ഇനി നമുക്ക് ഭാവ എന്താണെന്ന് നോക്കാം. ഭാവ മീൻസ് ബോത്ത് എക്സിസ്റ്റൻസ് ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ്. രസമില്ലെങ്കിൽ ഭാവയില്ല. സോ ദ എൻജോയ്മെൻറ്റ് ഈസ് നാട്യ രസ. സോ നാട്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിറ്റേഷൻ ഓഫ് ലൈഫ് എന്നാണ്. The rasa experience will entertain and enlighten the spectator who becomes the രസിക. അതായത് രസം എന്താണ്? സ്പെക്ടേറ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാണികൾ അവരെന്ത് ചെയ്യും?
എൻ്റർടൈൻ ചെയ്യിക്കും, എൻലൈറ്റൻ ചെയ്യിക്കും. എന്നിട്ട് ഈ ഒരു സ്പെക്ടേറ്റർ എന്തായിട്ട് മാറും? രസിക ആയിട്ട് മാറും. ഇനി നമ്മൾ 3 ടൈപ്സ് ഓഫ് ഭാവനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. There are 3 types of bhava. First one is sthayi bhava. Second one is വ്യഭിചാരി ഭാവ. ആൻഡ് തേർഡ് വൺ ഈസ് സ്വാത്വിക ഭാവ. എന്തൊക്കെയാണ്? സ്ഥായി ഭാവ, വ്യഭിചാരി ഭാവ ആൻഡ് സ്വാത്വിക ഭാവ. സ്ഥായി ഭാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഇമോഷൻസ്, പെർമനൻറ്റ് ഇമോഷൻസിനെയാണ് നമ്മൾ സ്ഥായി ഭാവ എന്ന് പറയുന്നത്. സ്ഥായി ഭാവ 8 എണ്ണാണുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് വ്യഭിചാരി ഭാവ. അതെന്ന് പറയുന്നത് ട്രാൻസിറ്ററി ആണ്, ഫ്ലീറ്റിംഗ് ആണ്, അതായത് ടെമ്പററി ആണ്. ടെമ്പററി ഇമോഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യഭിചാരി ഭാവ എന്ന് പറയുന്നത്. വ്യഭിചാരി ഭാവ 33 എണ്ണാണുള്ളത്. സ്ഥായി ഭാവ 8 എണ്ണാണുള്ളത്. വ്യഭിചാരി ഭാവ 33 എണ്ണാണുള്ളത്. ആൻഡ് തേർഡ് വൺ വാട്ട് വാസ് ദാറ്റ്? സ്വാത്വിക ഭാവ. സ്വാത്വിക ഭാവയും 8 എണ്ണാണുള്ളത്. സ്വാത്വിക ഭാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകോൺഷ്യസ് അല്ലെങ്കിൽ ഇൻവോളണ്ടറി ഇമോഷൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വാത്വിക ഭാവ എന്ന് പറയുന്നത്. സോ നമ്മൾ 3 ഭാവാസിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് സ്ഥായി ഭാവ, വിച്ച് മീൻസ് പെർമനൻറ്റ്, ഡൊമിനൻറ്റ്, സ്റ്റേബിൾ ഇമോഷൻസ്, അത് 8 എണ്ണാണുള്ളത്. സെക്കൻഡ് വൺ വ്യഭിചാരി ഭാവ, അത് ട്രാൻസിറ്ററി ആണ്, ഫ്ലീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ടെമ്പററി ആണ്, അത് 33 എണ്ണാണുള്ളത്. ആൻഡ് തേർഡ് വൺ സ്വാത്വിക ഭാവ, അതെന്താണ്? അൺകോൺഷ്യസ് ആണ്, ഇൻവോളണ്ടറി ഇമോഷൻസ് ആണ്, അതും 8 എണ്ണാണുള്ളത്. ഈ നമ്പേഴ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. സ്ഥായിയും സ്വാത്വികയും 8, വ്യഭിചാരി 33. ഓൾ ടുഗെദർ 49 ഭാവാസാണ് നമുക്കുള്ളത്. ആ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് ഓർത്ത് വെക്കണം. ഇനി നമ്മൾ വിഭാവ, അനുഭാവ ഒക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിലോട്ടാണ് പോകുന്നത്. സോ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ പറഞ്ഞത്? നമ്മൾ രസം എന്താണെന്ന് പറഞ്ഞു അല്ലേ. ദെൻ സഹൃദയ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഭരതമുനിയുടെ നാട്യശാസ്ത്ര എന്ന് പറഞ്ഞ ബുക്കിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ ഭാവനെ കുറിച്ച് പറഞ്ഞു. 3 ടൈപ്സ് ഓഫ് ഭാവനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് രസയുടെ ഒരു നെക്സ്റ്റ് ഫോമിലോട്ടാണ്. ഒരു നെക്സ്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് രസ, എന്ത് കൂടി ചേരുമ്പോഴാണ് രസം ഉണ്ടാവുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. വിഭാവ പ്ലസ് അനുഭാവ പ്ലസ് വ്യഭിചാരി ഭാവ ഗിവ്സ് രസ. അതായത് ഈ വിഭാവയും അനുഭാവയും വ്യഭിചാരി ഭാവയും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? രസ ഉണ്ടാവുന്നത്. സോ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു സെൻറ്റിമെൻ്റൽ വർക്കൗട്ട് ആവണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഒരു റീസൺ അല്ലെങ്കിൽ ഒരു കോസ് ഉണ്ടാവണം അല്ലേ. നമുക്കിപ്പോൾ ഒരാൾ നമ്മളെ വന്നിട്ട് ചീത്ത പറഞ്ഞു, ലൈക്ക് നമുക്കിപ്പോൾ ഒരു സ്ട്രേഞ്ചർ നമ്മളെ വന്ന് ചീത്ത പറയും. നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ വന്ന് നമ്മൾ ചീത്ത പറയുമ്പോഴും നമുക്ക് സാഡ് ആവുന്നത് എപ്പോഴായിരിക്കും? ആ ഒരു ഫേവറേറ്റ് ആൾ വന്ന് നമ്മൾ ചീത്ത പറയുമ്പോഴായിരിക്കും അല്ലേ. സ്ട്രേഞ്ചർ ചിലപ്പോൾ നമ്മളെ വന്ന് എന്തോ പറഞ്ഞാൽ നമുക്ക് അത്ര ഫീൽ ആവണമെന്നില്ല അല്ലേ. സോ അവിടെ ഒരു കോസ് ഉണ്ട്. എന്താ കോസ്? എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ എന്നെ എന്ത് ചെയ്തു? സ്കോൾഡ് ചെയ്തതുകൊണ്ടാണ് ഞാൻ എന്തായത്? സെൻറ്റിമെൻ്റൽ ആയത്. സോ അതാണ് അവിടുത്തെ കോസ്. ദ റീസൺ ബിഹൈൻഡ് എവറി ആക്ഷൻ, ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വന്ന് എന്നെ സ്കോൾഡ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ചീത്ത പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്തായത്? അവിടെ സാഡായത്. അപ്പോൾ ഞാൻ സാഡ് ആവുന്ന ആക്ഷനിൽ ബിഹൈൻഡിലുള്ള റീസൺ, അതിനെയാണ് എന്ത് പറയുന്നത്? വിഭാവ എന്ന് പറയുന്നത്. ഫോർ ആൻ ആക്ഷൻ ടു ഇമോട്ട് എനി സെൻറ്റിമെൻറ്റ് ദ റിക്വയർഡ് എ കോസ്. ദ റീസൺ ബിഹൈൻഡ് എവറി ആക്ഷൻ ഇസ് കോൾഡ് വിഭാവ. ആ ഒരു ആക്ഷൻ നടക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഭാവ എന്ന് പറയുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ ഫോർ യു? ആണോ? വിഭാവ മനസ്സിലായോ? ഇപ്പോൾ സാഡായി, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായില്ലേ? സാഡ് ആവാൻ വേണ്ടിയിട്ടുള്ള കോസ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടീനെ അതിൻ്റെ പാരൻറ്റ് എന്തോ വായിക്ക് അല്ല എന്തോ ഒരു കുസൃതി കാണിച്ചതിന് സ്കോൾഡ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? സ്കോൾഡ് ചെയ്തതുകൊണ്ടാണ് ആ കുട്ടി സ്കോൾഡ് ചെയ്തപ്പോൾ ആ കുട്ടി കരഞ്ഞു. അപ്പോൾ ആ കരച്ചിലിൻ്റെ എന്ന ആക്ഷൻ്റെ റീസൺ എന്താണ്? ഒരു സ്കോൾഡിങ് ആണ്. സോ
ദാറ്റ് സ്കോൾഡിങ് ഇസ് ദ കോസ് ഓഫ് ദാറ്റ് ആക്ഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഭാവ എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ 2 ടൈപ്പ് ഓഫ് വിഭാവ, അല്ലെങ്കിൽ വിഭാവ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 2 ടൈപ്പിൽ. ഫസ്റ്റ് വൺ ഈസ് ആലംബന വിഭാവ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഉദ്ദീപന വിഭാവ. ആലംബന വിഭാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേഴ്സൺ ഓർ ദ ഒബ്ജക്റ്റ് റെസ്പെക്ട് ടു ഹും ദ ഇമോഷൻ ഈസ് എക്സ്പീരിയൻസ്. ഒരു പേഴ്സണെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ വെച്ചിട്ടോ ആണ് ആ ഒരു ഇമോഷൻ നമ്മൾ പറയുന്നതെങ്കിൽ അത് കമണ്ടർ ചെയ്യുന്നത് ആലംബന വിഭാവയിലാണ്. whereas in ഉദ്ദീപന വിഭാവ സിറ്റുവേഷൻ ഓർ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദാറ്റ് പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്. ആ ഒരു എൻവയോൺമെൻറ്റിന് ആണ് ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഉദ്ദീപന വിഭാവയിൽ കൺസിഡർ ചെയ്യുന്നത്. സോ ഞാനൊരു എക്സാമ്പിൾ പറയാം. സോ ഈ ഒരു ആലംബന വിഭാവേൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പ്ലേ, ഒരു നാടകം നടക്കുകയാണ് അബൌട്ട് ലവ്. സോ അപ്പോൾ അവിടെ ഒരു പ്രസൻസ് ഓഫ് ലവേഴ്സ്, അവരുടെ ഇൻറ്റിമസി, അവരുടെ ലവൊക്കെ നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പം ആ ഒരു പേഴ്സൺസിൻ്റെ പ്രസൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആലംബന വിഭാവ എന്ന് പറയുന്നത്. സെയിം ടൈം ഉദ്ദീപന വിഭാവയിൽ എന്താ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പ്ലേയിൽ നമ്മളിപ്പോൾ ലവേഴ്സിൻ്റെ ഒരു സീൻ ആണ് നടക്കാൻ പോകുന്നതെങ്കിൽ അവിടെ ഒരു സെറ്റിംഗ് നടത്തും അല്ലേ, ലൈക്ക് ഗാർഡൻ, സോഫ്റ്റ് മ്യൂസിക്, അല്ലെങ്കിൽ ഓവർ റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്സ് വെക്കുക, മൂൺ ലൈറ്റിൻ്റെ ഒക്കെ ഒരു പിക്ചറൊക്കെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മൂൺ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വെക്കുക, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുമല്ലോ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉദ്ദീപന വിഭാവ എന്ന് പറയുന്നത്. സോ ഈസ് ദാറ്റ് ക്ലിയർ ഫോർ യു? വിഭാവ എന്താണെന്ന് ഞാൻ പറഞ്ഞു. 2 ടൈപ്സ് ഓഫ് വിഭാവ ഉണ്ട്, ആലംബന വിഭാവയും ഉദ്ദീപന വിഭാവയും. ഒന്ന് പേഴ്സൺ ആണ്, ഒന്ന് എൻവയോൺമെൻറ്റ് ഓർ ബാക്ക്ഗ്രൗണ്ട് ഓർ സെറ്റിങ്സ് ഓർ സിറ്റുവേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അനുഭാവ. അനുഭാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫോളോയിങ് ആക്ഷൻ ഓഫ് വിഭാവയാണ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് വിഭാവ. It is called the consequences of emotions that are evoked by the vibhavas communicated to the audience through an actor's action and expressions. അതായത് ആക്ടറിൻ്റെ ആക്ഷനിലൂടെയോ അല്ലെങ്കിൽ എക്സ്പ്രഷനിലൂടെയോ ഒക്കെ നമുക്ക് ഒരു ഫിലിം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് അവിടെ നടന്നതെന്ന്, വിതൗട്ട് ബീങ് കമ്മ്യൂണിക്കേറ്റഡ്, അല്ലെങ്കിൽ സംസാരത്തിലൂടെ അല്ലാതെ നമുക്ക് ആ ഒരു ആക്ടറിൻ്റെ ആക്ഷനിലൂടെയും എക്സ്പ്രഷനിലൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അതിനെയാണ് നമ്മൾ അനുഭാവ എന്ന് പറയുന്നത്. അതൊരു കോൺസിക്വൻസ് ഓഫ് ഇമോഷനാണ്, വോക്ഡ് ബൈ വിഭാവയാണ്. ഈ അനുഭാവാസ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് വോളണ്ടറി ഫിസിക്കൽ ചേഞ്ച് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻവോളണ്ടറി ഫിസിക്കൽ ചേഞ്ച്. സോ നമ്മൾ നേരത്തെ ഭാവാസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഇൻവോളണ്ടറി ഇമോഷൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വാത്വിക. അതുതന്നെയാണ് ഇവിടെ ഇൻവോളണ്ടറിയിൽ വരുന്നത്. വോളണ്ടറിയിൽ വരുന്നത് നമുക്കറിയാം അല്ലേ, നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, മൂവ്മെൻറ്റ്സ് ഓഫ് ഐബ്രോസ് ഒക്കെ ഈ ഒരു വോളണ്ടറി ഫിസിക്കൽ ചേഞ്ചിൽ വരുന്നതാണ്. ഇൻവോളണ്ടറിയിൽ വരുന്നതാണ് ടിയേഴ്സ്, കോയിനസ്, ദെൻ ലുക്കിംഗ് സൈഡ് വേസ് ഒക്കെ നമ്മൾ ഈ ഒരു ഇൻവോളണ്ടറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ തേർഡ് വൺ ഈസ് വ്യഭിചാരി ഭാവ. നമ്മൾ 3 കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് വിഭാവ, സെക്കൻഡ് വൺ അനുഭാവ, ആൻഡ് തേർഡ് വൺ ഈസ് വ്യഭിചാരി ഭാവ. വ്യഭിചാരി ഭാവ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്, ടെമ്പററി ഇമോഷൻസ് ആണ്, ഫ്ലീറ്റിംഗ് ആണ്, ട്രാൻസിറ്ററി ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ്. ഒട്ടും പെർമനൻ്റ് ആയിട്ടില്ലാത്ത ഫ്ലീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇമോഷൻസാണ് നമ്മൾ വ്യഭിചാരി ഭാവയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഈ വ്യഭിചാരി ഭാവയിൽ വരുന്നതാണ് എന്ത്? സ്മൃതി. സ്മൃതി മീൻസ് റീകലക്ഷൻ. ദെൻ അസൂയ, ദെൻ ഉന്മാദ, മോഹ എന്നൊക്കെ പറയുന്ന മെൻ്റൽ റിയാക്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ വ്യഭിചാരി ഭാവയിലാണ് വരുന്നത്. അനുഭാവയിൽ വരുന്നതാണ് ഫിസിക്കൽ റിയാക്ഷൻ, ലൈക്ക് സ്മൈലിംഗ്, ഡാൻസിങ്, ഡെലിബറേറ്റ് മൂവിങ് ഒക്കെ വരുന്നത് അനുഭാവയിലാണ്. ഓക്കെ, അനുഭാവ എന്ന് പറയുന്നത് ഫിസിക്കൽ റിയാക്ഷനാണ്,
വ്യഭിചാരി ഭാവ എന്ന് പറയുന്നത് മെൻ്റൽ റിയാക്ഷനാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്തിട്ടാണ് പോയത്. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പറഞ്ഞത് വിഭാവനെ പറ്റിയിട്ടാണ്. സോ വിഭാവ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ആലംബന വിഭാവയും ഉദ്ദീപന വിഭാവയും. പിന്നെ നമ്മൾ അനുഭാവനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ ലാസ്റ്റ്ലി നമ്മൾ പറഞ്ഞത് വ്യഭിചാരി ഭാവയെക്കുറിച്ചാണ്. സോ ഈ വിഭാവയും അനുഭാവയും വ്യഭിചാരി ഭാവയും കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആസ്തറ്റിക് റിലീഷ് ആയിട്ടുള്ള രസ എന്ന അനുഭവം ഒരു ഓഡിയൻസിന് കിട്ടുന്നത് ഈ ഒരു 3 ഫാക്ടറും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഈ ക്ലാസ്സിൻ്റെ നോട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നോട്ട്സ് എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന നോട്ട്സാണ്. അത് ഞാൻ മലയാളത്തിലും പിന്നെ ഷോർട്ടൊക്കെ ആയിട്ടാണ് കുറച്ച് എഴുതിയിട്ടുണ്ടാവുക. സോ നിങ്ങൾക്കത് ബെറ്ററായിട്ട് മനസ്സിലാണെങ്കിൽ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്കും പെന്നും എടുത്തിട്ട് നോട്ട് ചെയ്ത് പോവുക. പിന്നെ അതിന് എത്ര ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. സോ ദാറ്റ്സ് ഓൾ. എല്ലാവരും നന്നായി പഠിക്കുക ആൻഡ് കമൻറ്റ് യുവർ ഫീഡ്ബാക്സ്. See you with another video. Till then, bye.